നൂറ ഔട്ടായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷോക്കിംഗ് ആണ്. നിങ്ങളിപ്പോൾ ലൈവിൽ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഞാൻ ഇന്നലെ മുതലേ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. നാളത്തെ ലൈവിന് ശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൂറ എവിക്റ്റ് ആവാനുള്ള 1% പോലും സാധ്യത ഒരു മനുഷ്യരും കണ്ടിരുന്നില്ല. എല്ലാവരും നെവിൻ ഓർ അക്ബർ ഔട്ടാവും, നെവിൻ ഓർ അക്ബർ ഔട്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. എന്തുകൊണ്ട് നൂറ ഔട്ടായി? എന്തുകൊണ്ടാണ് നൂറ ഔട്ടായത്? അതിനൊരു കാരണമുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ലൈവിനകത്ത് നൂറയ്ക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ ഔട്ടായതിൽ. അരുമോളും നൂറയൊക്കെയായിട്ടുള്ള എല്ലാം പറഞ്ഞു ഒതുക്കിയൊക്കെയാണ് ഇറങ്ങി പോകുന്നത്. എന്തായാലും ടോപ്പ് 5 ആയിട്ടുണ്ട്. ടോപ്പ് 5 കറക്റ്റ് ഡിസർവിങ് പൊസിഷൻസ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ലൈവ് അപ്ഡേറ്റിലോട്ടും പോവാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മോഡ്ലെറ്റ് മീഡിയ. ഐ എം അൻസിഫ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നൂറ നിങ്ങൾ ലൈവില് കണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചിട്ട് 1 മിനിറ്റ് വീക്ക് എവിക്ഷൻ കൂടി ഉണ്ട്. ടോപ്പ് 5 ഡിക്ലറേഷന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. ഗാർഡൻ ഏരിയയിൽ വരുന്നു. പണിപ്പുരയിൽ നിന്നും കുറച്ച് പീസസ് അവരുടേത് ഫോട്ടോസിന്റെ പസിൽ കറക്റ്റ് ചെയ്യാനാണ്. കംപ്ലീറ്റ് ആവാത്ത ആരുടെ പസിലാണോ അവരെ വിക്റ്റ് ആവും. അപ്പൊ ഇതിന്റെ പസിൽ കളക്ട് ചെയ്യാൻ പണിപ്പുരയെ കയറ്റുന്നു. പസിലുകൾ അടുക്കി നോക്കുന്നു. അക്ബറിന്റെ ഫിനിഷ് ആവുന്നു, അനീഷിന്റെ ഫിനിഷ് ആവുന്നു, നെവിന്റെ ഫിനിഷ് ആവുന്നു, ഷാനവാസിന്റെ ഫിനിഷ് ആവുന്നു, അനുമോടെ ഫിനിഷ് ആവുന്നു. നൂറയുടേത് മാത്രം ഫിനിഷ് ആവുന്നില്ല. നൂറ എവിക്റ്റഡ് ആണ്. എല്ലാവരും ഫൈനൽ 5-ൽ വരണം, അല്ല എല്ലാവരുടെ കപ്പടിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അനുമോ എടുത്ത് കപ്പടിക്കണമെന്ന് പറയുന്നുണ്ട്. ഭയങ്കര സ്നേഹത്തോടെ ഞാൻ ഇവിടെ ഉള്ള എല്ലാം ഇവിടെ കളഞ്ഞിട്ട് പോവാണെന്ന് പറഞ്ഞിട്ട് നൂറ പ്രധാന വാതിലൂടെ പുറത്തു പോകണം. നല്ല വിഷമമുണ്ട് നൂറയ്ക്ക്. ശരിക്കും നൂറ ഔട്ടാവാനായിട്ട് 1% കൂടാൻ നമ്മൾ ആരുമേ പ്രതീക്ഷിച്ചിരുന്നില്ല. ടോപ്പ് 5 ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയായിരുന്നു നൂറ. എന്താണ് നൂറയ്ക്ക് സംഭവിച്ചത്? ഞാൻ പറഞ്ഞുതരാം. ഈ റീ എൻട്രീസ് വന്നില്ലായിരുന്നെങ്കിൽ നൂറ ഇന്നും അവിടെ നിന്നേനെ. റീ എൻട്രീസ് കാരണമാണ് നൂറ വെളിയിൽ പോയതെന്ന് ഞാൻ പറയും. കാരണം റീ എൻട്രീസ് വന്ന് കുത്തിത്തിരിപ്പും ഏഷണിയും പരദൂഷണവും ഒക്കെ പറഞ്ഞ് അടിച്ച് പിരിയിച്ച് അതിനകത്തുണ്ടായിരുന്ന ആൾക്കാരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തെറ്റിച്ച് ആകെ മൊത്തം വിഷയങ്ങളാക്കിയത് കൊണ്ട് തന്നെയാണ് ആൾക്കാരെ മനസ്സിലാക്കിയത്. എനിക്ക് തോന്നുന്നു ജനങ്ങളെ മനസ്സിലാക്കിയത് ഇവർ ഒരുമിച്ച് കൂട്ടായിട്ടിരുന്നിട്ട് ഇത്ര പോലും വിശ്വാസം ഇല്ലേ എന്നൊരു സാധനമാണ് അവർക്കവിടെ ഫീൽ ചെയ്തത്. അപ്പൊ ആൾക്കാർ പിന്നെ എന്തിനു നമ്മൾ വോട്ട് കുത്തുന്നുള്ള തോന്നൽ വന്നതാണ്. എനിക്ക് തോന്നുന്നു 1-2 ദിവസത്തിൽ മാറിയ വിഷയമാണിത്. 1-2 ദിവസത്തിലാണ് ഈ കളി മാറി മറിഞ്ഞത്. നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടാവും. നിങ്ങളൊന്ന് ഒരു നോർമൽ ചിന്താഗതി വെച്ച് ചിന്തിച്ചു നോക്ക്. ആദില പുറത്തായി, ഓക്കെ, നമുക്കൊരു പ്രഡിക്റ്റബിൾ എന്നെങ്കിലും പറയാം. ആദില പുറത്തായി. അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് ഈ ആദിലയുടെ വോട്ടുകൾ ചെയ്യുന്നവർ അത്രയും വന്ന് നൂറക്കല്ലേ വോട്ട് ചെയ്യുള്ളൂ. അങ്ങനെ വോട്ട് ചെയ്യാൻ പോലും ആൾക്കാരില്ല. അല്ലെങ്കിൽ അങ്ങനെ വോട്ട് ചെയ്തിട്ടും നൂറ പുറത്തായി എങ്കിൽ അതിന്റെ അർത്ഥം എന്തുവാ? സാധാരണ പ്രേക്ഷകർ കൈവിട്ടു. ഇതിന്റെ മെയിൻ കാരണം വീടിനകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പോയി റീ എൻട്രീസ് കാരണമാണ്. ഇവർ പോയിട്ട്, ഞാൻ അതാ പറഞ്ഞത്, ഈ റീ എൻട്രീസ് കാരണം നിങ്ങൾ റിഗ്രറ്റ് അടിക്കണം. നിങ്ങൾ കാരണമാണ് ടോപ്പ് 5-ൽ വരാനുണ്ടായിരുന്ന കണ്ടസ്റ്റന്റ് നൂറ വെളിയിലായത്. റീ എൻട്രീസിൽ പലരും കാരണം. അതിനകത്ത് മര്യാദയ്ക്ക് ഒരു ഭാഗത്തിരിക്കുന്ന ലക്ഷ്മി, പ്രവീണ്, അഭിലാഷ്, ഒനീല്, രേണു, പിന്നെ മസ്താനി, ഇവരൊക്കെ ഒരു ഭാഗത്ത് മാറിയിരിക്കുക. ബാക്കിയുള്ളവരൊക്കെ എന്താണ് അവിടെ പോയവര്? ബാക്കിയുള്ളവരൊക്കെ എന്താണ് അവിടെ പോയി ചെയ്ത് കൂട്ടിയത്? നിങ്ങളടുത്ത് എന്താണ് അവിടെ കയറ്റുന്നതിന് മുമ്പ് എല്ലാം അവിടെ നിങ്ങളടുത്ത് ഗോ ഫൺ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞൊരു സാധനം തന്നിട്ടായിരിക്കുമല്ലോ അവിടെ കയറ്റിയിട്ടുണ്ടാവുന്നത്. ഇതാണോ ഗോ ഫൺ എന്റർടൈൻമെന്റ് ആണോ നിങ്ങൾ കൊടുത്ത ഈ സംഭവം? നിങ്ങൾ കാരണമാണ് റീ എൻട്രീസെ. അവിടെ ആരൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കിയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആരൊക്കെയാണ് ഏഷണി പറഞ്ഞു കൊടുത്തവിടെ പിരിച്ചെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആരൊക്കെ തമ്മിലാണ് അക്ബറിനെയും നൂറയും ആദിലയും മാനിപ്പുലേറ്റഡ് ചെയ്തത്? നിങ്ങൾ കാരണം തന്നെയാണ് നൂറ ഇന്ന് വെളിയിൽ പോയിരിക്കുന്നത്. ഉറപ്പാണ്, നിങ്ങൾ കാരണം തന്നെയാണ് നൂറ വെളിയിൽ പോയിരിക്കുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ നൂറ അതിനകത്ത് നിന്നേനെ. നൂറ ഡിസർവിംഗ് ആയിട്ടുള്ള ഒരാളായിരുന്നു. നൂറയെ പുറത്താക്കിയതിന് റീ എൻട്രീസിന് 99% അവർ തന്നെയാണ് അതിന്റെ ഉത്തരവാദി. ആദിലേക്ക് കിട്ടിയിട്ടുള്ള വോട്ട് പോലും നൂറയ്ക്ക് കിട്ടാതെ നൂറ വെളിയിലാവണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കോമൺ സെൻസ്. ഇതാണ് കാര്യം. നിങ്ങൾ പോയി നോക്കിയപ്പം നിങ്ങൾ ശത്രുപക്ഷത്തിന് നേരെ ആക്രമിക്കാൻ പോയപ്പോഴത്തേക്കും നമ്മുടെ സൈന്യം മരിച്ചു വീഴുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ചില്ല. അതാണ് ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് പക തീർക്കണം, നിങ്ങൾക്ക് കലി തീർക്കണം, നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന അനുമോളെ തകർക്കണം. നിങ്ങൾ തകർത്തോ, പക്ഷെ നിങ്ങൾ തകർക്കുമ്പോൾ നിങ്ങളുടെ സാമ്രാജ്യവും കൂടിയാണ് ഇടിഞ്ഞു പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആരെയൊക്കെ വെച്ചിട്ടാണ് ഈ ചാവേറുകളാക്കി നിർത്തി ഈ അറവുമാടിനെ കണക്ക് നിങ്ങളുടെ കൂടെ നിർത്തിയത്? അക്ബറിനെയും നൂറയും ആദിലയും കൂടെ നിങ്ങളുടെ കൂടെ നിർത്തിയിട്ട് നിങ്ങൾ 3 പേരെ കൂടെ നിർത്തിയാൽ 2 പേര് ഔട്ടായി. ഇനി അക്ബറിന്റെ കാര്യം നാളെ അറിയാം. അക്ബർ ഒരു ടോപ്പ് 4 ടോപ്പ് 3 ഒക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ഇനി കണ്ടറിയാം. ഇതുങ്ങളെല്ലാം കൂടെ കയറി പോയി ചെന്ന് അക്ബറിന് കുറെ നെഗറ്റീവ് വാരി കൊടുത്തിട്ടുണ്ട്, കുറെ മാനിപ്പുലേഷൻസ് മണ്ടക്കകത്ത് കയറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നാളെ കണ്ടറിയാം. ഒന്നും പറയാനില്ല. വെറും അൺഫെയർ ആണ് ഈ നടന്നിട്ടുള്ള കാര്യം. റീ എൻട്രീസ് കാരണം. ഇനി ടോപ്പ് 5 ഇപ്പോഴുള്ള ടോപ്പ് 5 ഡിസർവിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസണിൽ ടോപ്പ് 6 ആണ് ഡിസർവിംഗ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ പറയുന്ന പോലെ അനീഷ് ഡിസർവിംഗ് ആയിട്ടുള്ള ഒരാളാണ്, അനുമോൾ ഡിസർവിംഗ് ആയിട്ടുള്ള ഒരാളാണ്,
അക്ബർ ഭയങ്കര ഡിസർവിംഗ് ആണ്, ബിക്കോസ് ഈ സീസണിൽ ഒരു ആന്റഗോണിസ്റ്റ് ഓഫ് ദി സീസൺ ആണ്. അപ്പം അക്ബർ, വിത്തൗട്ട് അക്ബർ ടോപ്പ് 5 ഭയങ്കര അൺഫെയർ ആണ്. അപ്പൊ എന്തായാലും അക്ബർ ഉണ്ട്, ഫെയർ ആണ്. പിന്നെ നെവിൻ ഉണ്ട്. നെവിൻ ഈ സച്ച് എൻ എന്റർടൈനർ. ഈ ഷോയുടെ ഫൺ ഫാക്ടർ അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് ഫാക്ടർ എന്ന് പറയുന്നത് നെവിനാണ്. സോ വിത്തൗട്ട് നെവിൻ ടോപ്പ് 5 ഇൻകംപ്ലീറ്റ് ആണ്. അപ്പൊ സോ നെവിനും അതിനകത്ത് ടോപ്പ് 5-നകത്തൊരു പാട്ടുണ്ട്. ഷാനവാസ് ആയിക്കോട്ടെ, കോണ്ടന്റ് ബേസ് കുറെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ സോ ഷാനവാസും ഡിസർവിംഗ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അതുപോലെ തന്നെ നൂറെ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റൂല. നൂറെ എടുത്ത് കളയാൻ പറ്റില്ല മക്കളെ. ഇതിനകത്ത് ഒരാളെ റീപ്ലേസ് ചെയ്ത് നൂറെ ഇടാനും. ഇപ്പം ഈ 5 പേരുണ്ട്, ഇപ്പൊ 5 പേരുണ്ട്. ഈ 5 പേരിൽ നിന്ന് ഒരാളെ റീപ്ലേസ് ചെയ്ത് അവിടെ നൂറെ എന്താ പറയുക പ്ലേസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ ഉത്തരം പറയാൻ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ടോപ്പ് 6 എനിക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്നുള്ളൂ. ടോപ്പ് 5 എന്ന് പറയുന്ന സാധനമില്ല. പക്ഷെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ കേസിൽ. എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ തവണത്തെ പോലെ വാഴകളും പടുകൂറ്റൻ മരങ്ങളും ഒന്നും ഇതിനകത്ത് കയറി വന്നില്ല. അനുമോളായാലും അനീഷ് ആയാലും ഷാനവാസ് ആയാലും അക്ബർ ആയാലും നെവിൻ ആയാലും വാ തുറന്ന് സംസാരിക്കുന്നവരാണ്, അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നവരാണ്, ഗെയിം കളിക്കുന്നവരാണ്, ആക്റ്റീവായിട്ടുള്ളവരാണ്, ഹൗസിന് വേണ്ടി 100 ദിവസവും കണ്ടന്റ് കൊടുത്തവരാണ് ഇവർ 5 പേരും. സോ ടോപ്പ് 5 ഡിസർവിംഗ് ആണ്. പക്ഷേ 100 കൂടി അതിനകത്ത് വേണമായിരുന്നു. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ലൈവിനകത്ത് അതിനുശേഷം അതിൻ്റെ വിഷമത്തിലൊക്കെ ഇരിക്കുകയാണ് എല്ലാവരും. കണ്ടു തന്നെ അറിയാം. അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.